ഈ വിഷയത്തിൽ ഇടപെട്ട് പരമാവധി കുളമാക്കാനൊക്കെ നിന്ന നിങ്ങളുടെ വടകര MP-യും ഞാനും ഒരേ പഞ്ചായത്തിലാണ്, ഒരേ പഞ്ചായത്തുകാരാണ്. അപ്പോൾ മൂപ്പർക്ക് വരാനുള്ള ദൂരം തന്നെ എനിക്കും ഇങ്ങോട്ട് വരാനുള്ളൂ. വരാതിരിക്കാൻ വേണ്ടി എത്ര സാഹസം കാണിച്ചു എന്ന് നിങ്ങൾക്കറിയാം. കേസെടുക്കുന്നു പറഞ്ഞു ആരോട്? നമ്മളോടെ. വെടിക്കെട്ടുകാരുടെ മോയലിനെ ഉടുകൂട്ടി പേടിപ്പിക്കാം എന്ന് വിചാരിച്ച പോലീസുകാരാ, നല്ല നമസ്കാരം. 993 കേസ് നിങ്ങൾ എൻ്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നിയമസഭയിലാണ്. എനിക്കത്രയും കേസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു 10-20 കിട്ടിയിട്ടില്ല. 993 കേസ് ശബരിമല വിഷയത്തിൽ മാത്രം ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് കേരള നിയമസഭയിലാണ് പറഞ്ഞത്. അത് നുണയാണോ സത്യമാണോ നമുക്കറിയില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞത് 144 പ്രഖ്യാപിക്കും. നിങ്ങൾ 288 പ്രഖ്യാപിച്ചാലും കൂടേണ്ടടുത്ത് ഞങ്ങൾ കൂടിയിരിക്കും. അത് വേറെ കാര്യം. 144 അല്ല 288 പ്രഖ്യാപിച്ചാലും കൂടണമെന്ന് വിചാരിച്ചാൽ മര്യാദയ്ക്കേ കൂടുള്ളൂ, വേണ്ട കാര്യങ്ങൾക്കേ കൂടുള്ളൂ. നമ്മൾ കൂടിയിരിക്കും. അടുത്ത കേസ് മൈക്ക് അറസ്റ്റ് എടുത്തുകൊണ്ട് പോകും. ഈ തൊണ്ടക്കുഴിയിൽ ശബ്ദമുള്ളിടത്തോളം കാലം ഞങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത് നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചിരിക്കും. അതിന് മൈക്കൊന്നും വേണ്ട. ഞാൻ അവരോട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു മൈക്ക് ഉണ്ടാവില്ല ടീച്ചറെ എന്നത്. വേണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞു. മൈക്ക് വേണ്ട. മൈക്കില്ലാത്ത കാലത്ത് ഇതൊക്കെ നടന്നുണ്ടല്ലോ. മൈക്ക് വേണ്ട. ആരിലിത് എത്തിക്കണമെന്ന് എങ്ങനെ എത്തിക്കണമെന്ന് നമുക്കറിയാം. അത് എത്തിച്ചിരിക്കും. മൈക്ക് കൊണ്ടുവച്ച കൊണ്ടുപോയിക്കോട്ടെ. ധൈര്യമായിട്ട് തന്നെയാണ്. മൈക്കില്ലെങ്കിൽ മൈക്കില്ലാതെ ഈ വിഷയത്തിൽ ഇടപെടാം എന്നുള്ള നിലയിൽ തന്നെയാണ് വന്നത്. ഇവിടെ നടന്നത് എന്ത് എന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ ചോദിച്ചും അറിഞ്ഞും കേട്ടുമൊക്കെയാണ് ഈ വിഷയം പഠിച്ചത് എന്താണ് എന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ പടയിളക്കവും തെരയിളക്കവും കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ബന്ധപ്പെട്ടത്. എന്താണ് ഇവിടെ നടന്നത്? ഞാൻ ഇങ്ങോട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക ചെയ്തത് എന്താണ് ഇവിടെ നടന്നത്. കാരണം നമുക്കതിൽ പ്രതികരിക്കണമെങ്കിൽ വാസ്തവം അറിയണമല്ലോ. എന്താണ് ഇവിടെ നടന്നത്? എന്താ ഇവിടെ നടന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്താ വെള്ളരിക്കാപ്പെട്ടതാണ്. ഒരു സൈനികൻ, സർവീസിലുള്ള ഒരാള് 20 ദിവസത്തെ ലീവിന് വിഷു ആഘോഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നൊരു പാവം, മെയ് 4-ാം തീയതി തിരിച്ച് ജോയിൻ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി, സർവീസിൽ ജോയിൻ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി കഴിഞ്ഞ 11 ദിവസമായി റിമാൻഡിലാണ്. ചെറിയ കാര്യമല്ല. കഴിഞ്ഞ 11 ദിവസമായി